ഇന്ന് ഞങ്ങളൊരു പ്രത്യേക യോഗം ആണ് ചേർന്നത്. കാരണം പല ബാങ്കുകളും ഞങ്ങളെ പല നിർദ്ദേശങ്ങളുമായിട്ട് സമീപിക്കാറുണ്ട്. അപ്പം ദേവസ്വം ബോർഡ് ഒരു പുതിയ സുതാര്യതയുടെയും കാര്യക്ഷമതയുടെയൊക്കെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബാങ്കുകൾക്ക് എന്താണ് ഞങ്ങൾക്ക് തരാനുള്ളത് എന്നുള്ളതെന്ന് അറിയുക എന്നുള്ളതാണ്. കൂടുതലും ടെക്നോളജിക്കൽ ഓപ്ഷൻസ്, നമ്മൾ വഴിപാടിൻ്റെ ആണെങ്കിൽ വഴിപാടിൻ്റെ ടിക്കറ്റ് എടുക്കുന്നതായാലും ശരി, അക്കൗണ്ടിങ് ആയാലും ശരി, ഒക്കെ തന്നെ കുറച്ചും കൂടെ ഈ കാലഘട്ടത്തിന് വേണ്ട തരത്തിൽ ഒരു അപ്ഗ്രഡേഷൻ ഞങ്ങളുടെ ടെമ്പിൾസിന് ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോഴും കാർബൺ വെച്ച് രസീത് എഴുതുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് ഒരു ഡിജിറ്റൽ ലോകത്തിലേക്ക് മാറാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ബാങ്കുകളുടെ നിർദ്ദേശങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾ 17 ബാങ്കുകളെ ഇന്ന് കേട്ടു. കുറേയൊക്കെ ആവർത്തനമാണ്, എങ്കിൽ പോലും ഓരോ ബാങ്കുകൾക്ക് ഓരോ തരത്തിലുള്ള കപ്പാസിറ്റി ഉണ്ട്. ചിലതൊക്കെ എന്ത് വേണമെന്നുള്ള ബോർഡിനെ ആലോചിച്ചിട്ട് ചില കാര്യങ്ങളിൽ ചില ബാങ്കുകളുടെ സൊല്യൂഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി പിൽഗ്രിംസിൻ്റെ ഒരു എക്സ്പീരിയൻസ് നന്നാവണം, സുതാര്യത ഉണ്ടാവണം, കാര്യക്ഷമത ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടുള്ള പല അന്വേഷണങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ബാങ്കുകളുമായിട്ടൊന്ന് സംസാരിച്ചത്. അല്ലാതെ ഒന്നും പറയാറായിട്ടില്ല. ഞങ്ങളിത് ഇന്ന് രാവിലെ മുഴുവൻ കേട്ടിട്ട് എല്ലാ സൊല്യൂഷൻസും നമുക്ക് സ്വീകാര്യമായിരിക്കില്ല. നമ്മുടെ സ്ഥാപനത്തിന് വളരെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ടായിരിക്കും. ഞങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു 5-6 നല്ല പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്. അത് ബോർഡൊന്ന് ചർച്ച ചെയ്തിട്ട് അവരുമായിട്ട് വിശദാംശങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. ബേസിക്കലി നമ്മൾ നന്നാവാനുള്ള അല്ലെങ്കിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇല്ലാതെ ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഈ ഒരു ചർച്ച നടത്തിയിട്ടുള്ളത്. അല്ല, ഇത് പ്രധാനമായിട്ട് ഇതൊക്കെ ഇപ്പോൾ പരീക്ഷിക്കാൻ പോകുന്ന ശബരിമല തന്നെയാണ്. കാരണം ശബരിമല നമുക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ല. അവിടെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലയിടത്തേക്കും ഇത് കൊണ്ടുപോകാനും സാധിക്കും. എപ്പോഴും ഇപ്പോൾ ഉദാഹരണത്തിന് മുറി ബുക്കിംഗ് ആയാലും ശരി, ഹുണ്ടിയിൽ പൈസ കൊടുക്കുന്നതായാലും ശരി, സംഭാവന കൊടുക്കുന്നതായാലും ശരി, വഴിപാട് നേർച്ചയാണെങ്കിലും ശരി, ഒക്കെ തന്നെ നമുക്ക് ഡിജിറ്റലായിട്ട് ചെയ്യാമല്ലോ. ഡിജിറ്റലായി ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ആയല്ലോ. പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ട് മാറണം എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ പൂർണ്ണമായിട്ടും പറ്റില്ലായിരിക്കും, ഒരാൾ കാശ് കൊണ്ടുവന്നാൽ വാങ്ങണ്ടേ. പക്ഷേ അത് ഇറ്റ്സ് എൻ എക്സെപ്ഷൻ. അത് പൂർണ്ണമായിട്ട് ഡിജിറ്റലാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. എല്ലാ കാര്യത്തിലും അവിടെ സാധനങ്ങൾ വാങ്ങുന്നത്, മെറ്റീരിയൽസ് വാങ്ങുന്നത്, ആളുകൾക്ക് ക്യാഷ് കൊടുക്കുന്നത്, പേയ്മെൻറ്റ് കൊടുക്കുന്നത്, എല്ലാം ട്രാൻസാക്ഷൻ ഡിജിറ്റലാണെങ്കിൽ നമുക്ക് സുതാര്യത വരുമല്ലോ. സുതാര്യത വരുത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥമെങ്കിൽ അത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും വ്യാപിപ്പിക്കും. ശബരിമലയിൽ വിജയിക്കുമെങ്കിൽ എല്ലായിടത്തും വിജയിക്കുമല്ലോ. വളരെ ആദ്യഘട്ടത്തിൽ നമുക്ക് ഈ സീസണിൽ തന്നെ ശബരിമലയിൽ നടപ്പാക്കണം. വേറെ ചിലതൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നത് ചില ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് പൈലറ്റ് അടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കാനും പറ്റും. ഇപ്പോൾ കിയോസ്കുകൾ, QR കോഡ് വഴിയുള്ള കിയോസ്കുകളൊക്കെ നമുക്ക് വേറെ ചില ക്ഷേത്രത്തിലും ഈ കൂട്ടത്തിൽ നമ്മളതിനെപ്പറ്റി വിശദമായിട്ട് ചിന്തിച്ചില്ല. ഇന്നിപ്പോൾ എല്ലാം കേട്ടു. ഇനി അത് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, എന്തിനാണ് ഇപ്പോൾ ഒരു ബാങ്കിന് വേണ്ടി എല്ലാ ബാങ്കിനും ഇപ്പം ഞങ്ങളുടെ പണമൊക്കെ ധനലക്ഷ്മിയിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതെടുത്തുകൊണ്ട് പോകാനല്ല ഉദ്ദേശിക്കുന്നത്. പുതിയ ബാങ്കുകൾ വരുന്നു, പുതിയ ട്രാൻസാക്ഷൻ വരുന്നു, അങ്ങനെ പുതിയ ബന്ധങ്ങളുണ്ടാകും. തന്ത്രിയുടെ കാര്യത്തിൽ റെഡിയാണ്. തന്ത്രിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു വിവാദവുമില്ല. അദ്ദേഹം ഒരു കത്ത് തന്നു, എനിക്ക് ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് ഇപ്രാവശ്യത്തെ ഇൻ്റർവ്യൂവിലിരിക്കാനോ ഈ തന്ത്രി പദവി ഏറ്റെടുക്കാനോ എനിക്ക് സാധിക്കുന്നില്ല, എൻ്റെ മകൻ അത് കൊടുക്കണം. ബോർഡ് ആ കത്ത് പരിശോധിച്ചു. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന കത്തല്ലല്ലോ. കാരണം ഇപ്പോൾ ചിങ്ങമാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ തന്ത്രി അവിടെ വരണം. അപ്പോൾ സാധാരണഗതിയിൽ ഞങ്ങൾക്കത് സ്വീകരിച്ചാൽ മതി. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബോർഡ് തീരുമാനിച്ചത് നമുക്കിത് സ്പെഷ്യൽ കമ്മീഷണർ വഴി കോടതിയെ ഒന്ന് അറിയിക്കണം. കാരണം കോടതിയുടെ മുമ്പിൽ നിലവിലിരിക്കുന്ന ഒരു കേസിൽ ആരോപിതനാണ് തന്ത്രി എന്നിരിക്കെ, രാജീവരെന്നിരിക്കെ, നമ്മളത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ ചെയ്യുന്നത് ഒരു അനൗചിത്യമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. സാധാരണഗതിയിൽ ഇപ്പോൾ തന്ത്രിയുടെ ഈ വർഷത്തിലുള്ള ഒരു മാറ്റം കോടതി അറിയിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് പരമ്പരാഗതമായിട്ടുള്ള താന്ത്രിക അവകാശമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ കോടതി ഇടപെടുന്നതിനേക്കാൾ നല്ലത് കോടതിയുടെ ഒരു മുൻകൂട്ടിയുള്ള കൺകറൻസ് വാങ്ങുന്നതാണ് ബുദ്ധി. അതാണ് എൻ്റെ യുക്തി എന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത് കോടതിയുടെ അറിയിക്കാൻ പോകുന്നില്ല. സ്പെഷ്യൽ കമ്മീഷണർക്ക് ഇന്നലെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ, ഇന്ന് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അത് അദ്ദേഹം കോടതി കൊടുക്കട്ടെ. നമുക്ക് സമയമുണ്ട്, 1 മാസം സമയമുണ്ട്. 1 മാസം സമയമുണ്ടല്ലോ, 1 മാസം കൂടുതലുണ്ട്. കടകം കഴിച്ച് ചിങ്ങത്തിൽ ചെയ്താൽ മതി. അതിനുമുമ്പ് കോടതി എന്തെങ്കിലും പറയും, അതനുസരിച്ചിട്ട് ചെയ്യാം. അതിൽ കൂടുതൽ അതിനകത്ത് വേറെ കുഴപ്പങ്ങളൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതിനകത്ത്.
പത്രത്തിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഇത്ര മാത്രമേ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ കോടതി അറിയിക്കാതെ ചെയ്യുന്നത് ഉചിതമല്ല എന്ന് തോന്നുന്നു. അതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതിൻ്റെ ഒന്നും അതൊക്കെ വാർത്തയിലൊക്കെ ഞാനും വായിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മേലൊരു തീരുമാനം എടുക്കുക എന്നുള്ളതല്ല വേറൊന്നും ഞങ്ങളുടെ മുമ്പിലില്ല.